ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ പലപ്പോഴും നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെയും പരിജ്ഞാനം ലഭിക്കാൻ വേണ്ടി, ജ്ഞാനം ലഭിക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ യഥാർത്ഥമായ പരിജ്ഞാനം സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ തരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇന്ന് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേലിൻ്റെ കൂടെയുള്ള ശദ്രക്, മേശക്, അബേദ്നെഗോ ഇവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാബിലോൺ രാജാവ് ഇവരെ എല്ലാവരെയും കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ കുടിക്കുന്ന വീഞ്ഞുമൊക്കെ കൊടുത്ത് ഇവരെ പഠിപ്പിക്കണമെന്ന് കൽപ്പന കൊടുക്കും. പക്ഷെങ്കിൽ ദാനിയേലും കൂടെയുള്ളവരും ഒരു തീരുമാനമെടുക്കുവാണ്. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 1:8 പറയുന്നത്. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കുകയാണ്. ആ ഒരു തീരുമാനമാണ് ദൈവം ഈ മക്കളെ ഇത്രയധികം പരിജ്ഞാനം കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറയ്ക്കുന്നത്. ഇന്നും നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈ മക്കളും ഒരു തീരുമാനമെടുക്കുവാൻ, എല്ലായിടത്തും വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാരണവശാലും നമ്മളോ നമ്മുടെ മക്കളോ അശുദ്ധിയായി പോകാതെ ഇരിക്കുവാൻ പ്രത്യേകമായിട്ടും എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ കൃപയും അതുപോലെ തന്നെ കർത്താവിൻ്റെ കരുതലും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.